പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാർ ഇഡി ഓഫീസിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് പരാതിക്കാരൻ ഷമീർ. അന്വേഷണ ഉദ്യോഗസ്ഥനായ വയ്യാർ അറസ്റ്റത്തിനെതിരെയുള്ള തെളിവുകളും കൈമാറുമെന്ന് പരാതിക്കാർ പറഞ്ഞു. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, പരാതിക്കാര് ഇതിനകം തന്നെ ഹവാല ഇടപാടുകളിലൂടെ സ്വന്തമാക്കിയ പണമാണ് ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് പോകുന്നത്. വിശദാംശങ്ങൾ എന്താണ്? നികേഷ് കുമാർ, ഈ പുരാവസ്തു തട്ടിപ്പ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വയ്യാർ റസ്റ്റത്തിനെതിരെ കൈക്കൂലി ആരോപണം അടക്കം ഈ പരാതിക്കാർ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ മറു ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതായത് ഈ പരാതിക്കാർ ഷമീറും മറ്റും നൽകിയ മോൻസൺ മാവുങ്കൽ നൽകിയ 10 കോടി രൂപയിൽ ഹവാല പണമുണ്ട്. 2 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ബാക്കി ഹവാല ഇടപാടാണ്. ഈ കാര്യങ്ങൾ സെൻട്രൽ ഏജൻസികളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇ ഡി അറിയിക്കുമെന്നായിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് പരാതിക്കാർ തന്നെ ഇ ഡി ഓഫീസിൽ ഹാജരാകുമെന്നും ഈ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും ഇന്നലെ പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഷമീറും മറ്റൊരു പരാതിക്കാരനും ഇ ഡി ഓഫീസിൽ എത്തുകയും ഈ കാര്യങ്ങളടക്കം അവിടെ മൊഴിയായി നൽകുകയും ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവർ 10:30 ഇ ഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഈ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ കൈമാറും. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നടന്ന ഇടപാടുകളുടെ രേഖകളും നൽകും എന്നാണ് ഈ പരാതിക്കാർ പറഞ്ഞിട്ടുള്ളത്. നികേഷ് കുമാർ, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ. അന്വേഷണ ഉദ്യോഗസ്ഥനായ വയ്യാർ അറസ്റ്റത്തിനെതിരെയുള്ള തെളിവുകളും കൈമാറുമെന്നാണ് പരാതിക്കാർ പറയുന്നത്.